നമ്മുടെ നാട്ടിലേക്ക് വിനോദസഞ്ചാരികൾ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ചരിത്രപരമായ വർധനമാണ് ഇത്തവണ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കേരളത്തിൽ ഉടനീളം രേഖപ്പെടുത്തിയത്. അതിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയ ഇടങ്ങളിലൊന്ന് നമ്മുടെ ഇടുക്കിയാണ് എന്ന് കൂടി പറയേണ്ടി വരും. ഏതായാലും 2025 2.5 കോടി വിനോദസഞ്ചാരികളാണ് കേരളത്തിലേക്ക് എത്തിയത്. അതിൽ കൂടുതൽ പങ്കും ഇടുക്കിയിലേക്കും വന്നു പോയിട്ടുണ്ട് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചരിത്രപരമായ വർധനമാണ് ഇടുക്കി ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ 2025 രേഖപ്പെടുത്തിയത്. ഇടുക്കിയിലേക്ക് 2025 മാത്രം എത്തിയത് എത്ര ടൂറിസ്റ്റുകളാണെന്നറിയാമോ? 46.79 ലക്ഷം വിനോദസഞ്ചാരികളാണ് നമ്മുടെ ഇടുക്കിയെ കാണാൻ വേണ്ടി പോയ വർഷം എത്തിയത്. വിവരങ്ങളുമായി ഇപ്പോൾ അഖിൽ TS ഇടുക്കിയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം ഇടുക്കിയിലേക്ക് ആളുകൾ കൂടുതൽ എത്തുന്നതിന്റെ കാരണം എന്താണെന്ന്. കാണാനുള്ള മികവ് മാത്രമല്ല, വരുന്നവർക്കുള്ള സൗകര്യങ്ങൾ കൂടിയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം. അഖിൽ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഇടുക്കിയിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കായിരുന്നു പോയ സാമ്പത്തിക വർഷം എന്ന് നമുക്ക് നിസ്സംശയം പറയാം. 46 ലക്ഷത്തിലധികം ആളുകൾ, ഏകദേശം 1/2 കോടിയിലടുത്ത ആളുകളാണ് ഇടുക്കിയെ കാണാൻ വേണ്ടി കഴിഞ്ഞ വർഷം എത്തിയത്. കാണാനുള്ള കാഴ്ചകൾ, അതോടൊപ്പം തന്നെ അവരുടെ റോഡ് ഗതാഗതത്തിലുണ്ടായ മാറ്റം, ഒപ്പം തന്നെ ടൂറിസം സെന്ററുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചത്, ഇതൊക്കെ ആളുകൾ കൂടുതൽ എത്തുന്നതിന് കാരണമായിട്ടുണ്ടല്ലേ? മനു, ഗുഡ് മോർണിംഗ്. തീർച്ചയായും നമുക്ക് ആദ്യം ആ കണക്കുകളൊന്ന് പരിശോധിക്കാം. വിനോദസഞ്ചാര വകുപ്പ് പുറപ്പെടുവിച്ച കണക്കുകൾ പ്രകാരം 2025 കേരളത്തിലേക്ക് ആകെ എത്തിയ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികൾ എന്ന് പറയുന്നത് 2.5 കോടിയാണ്. 2024 കണക്ക് പ്രകാരം 2.22 കോടിയായിരുന്നു ഈ വിനോദസഞ്ചാരികളുടെ എണ്ണം. ഇതിൽ 2024 നിന്ന് 2025 എത്തുമ്പോൾ 12.46% വർധനവുണ്ട്. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് 2025 ഇടുക്കിയിലേക്ക് മാത്രം എത്തിയ വിനോദസഞ്ചാരികളുടെ എണ്ണം എന്ന് പറയുന്നത് 46.79 ലക്ഷമാണ്. ഇതിൽ 2024 വരുമ്പോൾ 38.3 ലക്ഷവും 2023 36.63 ലക്ഷവുമാണ്. ഇത്തരത്തിൽ വലിയ വർധനമാണ് വിനോദസഞ്ചാരികൾ, ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇടുക്കി രേഖപ്പെടുത്തുന്നത്. മനു കുറച്ചു മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ എത്തുന്ന വിനോദസഞ്ചാരികൾ ഇടുക്കി അത്രയധികം സ്നേഹിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, കാണുന്ന കാഴ്ചകൾക്കപ്പുറം ഇടുക്കിയിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ. നമുക്കറിയാം, വാഗമണ്, മൂന്നാർ അടക്കം അനവധിയായ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന ഒരു ജില്ലയാണ് ഇടുക്കി എന്ന് പറയുന്നത്. ആ ഇടുക്കിയിലേക്ക് എത്തുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും നിലവിൽ സർക്കാർ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മികച്ച റോഡുകൾ, മികച്ച അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 2 മാസം മുമ്പാണ് മൂന്നാറിൽ ഡബിൾ ഡെക്കർ, പ്രത്യേകം സജ്ജീകരിച്ച ഡബിൾ ഡെക്കർ ബസ് KSRTC പുറത്തിരിക്കുന്നത്. അതും റെക്കോർഡ് വരുമാനത്തോടു കൂടിയാണ് മുന്നേറുന്നത്. അത്തരത്തിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇടുക്കിയുടെ പ്രകൃതി ഭംഗി മുഴുവൻ ആസ്വദിക്കുന്ന തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും സർക്കാർ ഒരുക്കിയതിൻ്റെ കൂടെ ഫലമാണ് ഇത്തരത്തിൽ വലിയൊരു വർധനവ് ഇടുക്കിയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ ആഭ്യന്തര വിദേശ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിനോദസഞ്ചാര വകുപ്പ് ഇതിനെ താരതമ്യപ്പെടുത്തുന്നത് മറ്റൊരു മലയോര ജില്ലയായ വയനാടുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. വയനാടുമായി താരതമ്യം ചെയ്യുമ്പോൾ വലിയ രീതിയിലുള്ള വർധനവ് ഇടുക്കി ജില്ലയിൽ കാണപ്പെടുന്നുണ്ട്. നമുക്കറിയാം, വയനാട് എന്ന് പറയുന്നത് ഉരുൾപൊട്ടൽ ബാധിച്ച് വയനാട് വീണ്ടെടുപ്പിൻ്റെ പാതയിലാണ്. ആ വീണ്ടെടുപ്പിൻ്റെ പാതയിൽ വയനാട് ഉരുൾപൊട്ടലിലൂടെ വയനാടിന് വിനോദസഞ്ചാര മേഖലയ്ക്ക് വലിയ രീതിയിലുള്ള തകർച്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2025 വയനാട്ടിലേക്ക് എത്തിയത് 14.69 ലക്ഷം വിനോദസഞ്ചാരികളാണ്. ഇത് 2024 10 ലക്ഷമായിരുന്നു. വിനോദസഞ്ചാര വകുപ്പിൻ്റെ സുസ്ഥിര വിനോദസഞ്ചാര ക്യാമ്പയിൻ്റെ ഫലമായിട്ടാണ് പിന്നെയെങ്കിലും കുറച്ചെങ്കിലും കൂടുതൽ ആളുകൾ വയനാടിനെ ടൂറിസത്തിനായി പിന്നെയും തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാര്യം. അത്തരത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ സർക്കാർ എല്ലാ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇടുക്കിയെയും വയനാടിനെയും അടക്കമുള്ള എല്ലാ ജില്ലകളെയും ടൂറിസത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. ആ ടൂറിസത്തിൻ്റെ ഭൂപടത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ല ഇത്രയധികം വലിയൊരു വർധനവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആകെ എത്തിയ 2.5 കോടി വരുന്ന വിനോദസഞ്ചാരികളിൽ 1/2 കോടിയും എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലേക്കാണ്. ഇത് ഇടുക്കി ജില്ലയുടെ നാനാ മേഖലകളിലും വലിയ രീതിയിലുള്ള വികസനങ്ങൾ കാഴ്ചവെക്കുന്നു. ഇടുക്കിയിലെ സാധാരണക്കാരായ ജനങ്ങളുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, എല്ലാ ആളുകളുടെയും വലിയ വരുമാന സ്രോതസ്സായി വിനോദസഞ്ചാര മേഖല മാറുന്നു. മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം, വരും വർഷങ്ങളിൽ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഇനിയും സംഭവിക്കും. കാരണം അങ്കമാലി ശബരി റെയിൽപാത വരുന്നു. റെയിൽ ഗതാഗത മന്യമായ ഇടുക്കി ജില്ലയുടെ തൊടുപുഴയിലൂടെയാണ് അങ്കമാലി ശബരി റെയിൽപാത കടന്നു പോകുന്നത്. അത്തരത്തിൽ ശബരി റെയിൽപാത വരുന്നതോടുകൂടി വിനോദസഞ്ചാര മേഖലയിൽ വീണ്ടും വർധനവുകൾ രേഖപ്പെടുത്തും. കൂടാതെ വയനാട്ടിലെ തുരങ്കപാതയെപ്പറ്റി സൂചിപ്പിച്ചതുപോലെ തന്നെ കട്ടപ്പനയിൽ നിന്ന് കമ്പത്തേക്ക് സർക്കാർ പുതിയൊരു തുരങ്കപാതയ്ക്കായുള്ള ആലോചനകൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിനുള്ള നിർമ്മാണങ്ങൾ ആരംഭിക്കാനായി നിർദ്ദേശം നൽകി കഴിഞ്ഞു.
കഴിഞ്ഞ ബജറ്റിൽ അതിനായുള്ള തുക മാറ്റിവെച്ചിരുന്നു. അത്തരത്തിൽ ആ തുരങ്കപാത എത്തുന്നതോടുകൂടി കട്ടപ്പനയിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കമ്പത്തേക്ക് എത്താൻ വെറും 8 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉണ്ടായിരിക്കുക. അത്തരത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്കും എളുപ്പം ഇടുക്കിയിലേക്ക് എത്തിച്ചേരാനാവും. ഇത്തരത്തിൽ സകല മേഖലകളിലും വികസനങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ട്, വികസനങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് വലിയ രീതിയിൽ ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കിയുടെ പ്രകൃതി ഭംഗിയും ഇടുക്കിയിലെത്തുന്ന ആളുകൾക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ഇടുക്കിയിലേക്ക് വിനോദസഞ്ചാരികളുടെ വലിയൊരു ഒഴുക്ക് തുടരുന്നതിന് കാരണമായിക്കൊണ്ടിരിക്കുകയാണ് മനു.